പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നാം പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ മറുപടി പറയുന്ന വലിയവനായ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ വലിയ നിലയിൽ മറുപടി പറയുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും വലിയൊരു സാക്ഷ്യം, എന്നെ തൊട്ട സാക്ഷ്യമാണ് ആരംഭത്തിൽ നിങ്ങളെ നോക്കി പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ മടുക്കരുത്. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യത്തിനകത്ത് ഒരു വലിയ ദൈവദാസൻ തന്നെ ക്ഷണിച്ച പ്രസംഗവേദിയിലേക്ക് താൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് താൻ കടന്നു പോകാനായി തൻ്റെ വാഹനത്തിൽ കയറി മുമ്പോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ മദ്യപിച്ച് മയക്കുമരുന്ന് ലഹരിയിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു യൗവനക്കാരനെ കണ്ടു. ഹല്ലേലൂയ. താൻ ആ കാറിനകത്തിരുന്ന് ഒന്ന് കണ്ണടച്ചിട്ടും ആത്മാവിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, യൗവനക്കാർ നശിക്കരുതേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെട്ടിട്ട് പറയുന്നു, അവനെ ക്ഷണിക്കുക, അവനെ വിളിക്കുക എന്ന്. പെട്ടെന്ന് തൻ്റെ കാറ് റിവേഴ്സിലേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ഇറങ്ങി ആ യൗവനക്കാരനെ, ആ മദ്യപിച്ച് മയക്കുമരുന്ന് ലഹരിയിൽ കിടക്കുന്ന ആ സഹോദരനെ പിടിച്ച് തൻ്റെ കാറിൽ കയറ്റി തങ്ങളുടെ മീറ്റിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ മീറ്റിംഗ് സ്ഥലത്ത് ഏറ്റവും പിറകിൽ ഒരു ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് താനിത് പ്രസംഗവേദിയിലേക്ക് നടന്നെടുക്കുകയാണ്. തനിക്കുള്ള സമയത്തിലേക്ക് വന്നു. താൻ മൈക്ക് പിടിച്ചു വചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് ഏകദേശം ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ പിറകിൽ വലിയ ശബ്ദം കേൾക്കാം. പെട്ടെന്ന് ജനമെല്ലാം പിറകിലോട്ട് ശ്രദ്ധിക്കുന്നത് കണ്ട് പ്രസംഗനായ താനും ശ്രദ്ധിക്കുമ്പോൾ താൻ കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നവരോട് കൈ കാണിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. ആ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോൾ ഇത് ആ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ജീവിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ആ സ്റ്റേജിലേക്ക് വന്ന് താൻ കൈകൂപ്പിയ പ്രസംഗിക്കുന്ന ആ ദൈവദാസനോട് നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചുപോയി, അത് സത്യമാണ്. ആ അമ്മ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു തൻ്റെ മകൻ രക്ഷിക്കപ്പെടണമെന്നുള്ളത്. ഈ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൻ്റെ അനുഭവത്തിൽ നിന്നും അവൻ വിടുതൽ പ്രാപിച്ച് യേശുവിനെ അറിയണമെന്നുള്ളത്. പക്ഷേ താൻ കഴിഞ്ഞ മാസം
മരിച്ചു, നിത്യതയിൽ പ്രവേശിച്ചു. പക്ഷേ ആ അമ്മയുടെ പ്രാർത്ഥന, ആ മകൻ നിലവിളിച്ചിട്ട് പറയുകയാണ്, ആ അമ്മയുടെ പ്രാർത്ഥന മരിച്ചിട്ടില്ല, അമ്മയുടെ പ്രാർത്ഥന ഇന്നും ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നാം പ്രാർത്ഥിച്ചതിനേക്കാൾ വലുതായി മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിർത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ദൈവശക്തിയുണ്ട്. ദൈവികമായ വിടുതലുകൾ കൊണ്ടുവരുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ആ നിലയിൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയുടെ ആഴമെന്ന് പറയും, നീ ചോദിച്ചതല്ല, നിലച്ചതല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു, അതിനും വലുതായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇതേ നിലയിൽ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു ദൈവഭാഗം ഇടപെട്ടു. ഇതാ 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്കെല്ലാവർക്കും ശലോമനെ അല്ലെങ്കിൽ സോളമനെ അറിയാം. സോളമൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ആകയാൽ യഹോവയായ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവർത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. 10-ാമത്തെ വാക്യം. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഇതാ 9ഉം 10ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പനായ ദാവീദിനോട് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ഇതാ ശലോമോനെ അല്ലെങ്കിൽ സോളമനെ ദൈവം രാജാവാക്കി തീർക്കുകയാണ്. രാജാവായ സോളമന്റെ ശലോമന്റെ പ്രാർത്ഥനയാണ്, ഈ വലിയ ജനതയെ നടത്തുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. അവൻ വാസ്തവമായും ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. വാസ്തവമായി ഇതാ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം മറുപടി പറയുന്നത് അസാധാരണമായ നിലയിലായിരിക്കും. ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കും നിങ്ങളുടെ മറുപടിയായി വെളിപ്പെടുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 11ഉം 12ഉം വാക്യങ്ങൾ. അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും. 12ാമത്തെ വാക്യം. ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്ന് അരുൾ ചെയ്തു. വലിയവനായ ദൈവം ഇതാ ശലോമോനോട് മറുപടി പറയുകയാണ്. ശലോമോനോടുള്ള മറുപടി നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ആ മറുപടിയിൽ വലിയ ആഴമുണ്ട്. നീ ചോദിച്ചത് ജ്ഞാനവും വിവേകവുമാണ്. പക്ഷെ ഞാൻ മറുപടി പറയാണ്, നിനക്ക് മുമ്പെയുള്ള ഒരു രാജാക്കന്മാർക്ക് ലഭിക്കാത്തതുപോലെയും നിനക്ക് മുമ്പെയുള്ള ഒരു രാജാക്കന്മാർക്ക് ലഭിക്കാത്തതും നിനക്ക് കഴിഞ്ഞു വരുന്ന ഒരു രാജാക്കന്മാർക്കും കിട്ടാത്തതുമായ വലിയ ധനവും സമ്പത്തും മാനവും ഇതാ വലിയവനായ ദൈവം നിനക്ക് തരികയാണ്. ചോദിച്ചത് ജ്ഞാനവും വിവേകമാണ്. അത് കൊടുക്കുക മാത്രമല്ല, ചോദിച്ചതിനേക്കാൾ വലുത് തരുന്നൊരു ദൈവത്തെ നമുക്കിവിടെ കാണാം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ വലിയ മറുപടി പറയുന്ന വലിയ ദൈവപ്രവൃത്തികൾ കാണുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് ആരാധിക്കുവാൻ തയ്യാറാകണം. പുതിയ നിയമത്തിൽ ഒറ്റ ഭാഗം ഒന്ന് വേഗത്തിൽ പറയുകയാണ്. ഇതാ 38 ആണ്ട് രോഗം പിടിച്ചു കിടക്കുന്നവനെ യേശു കാണുകയാണ്. അവൻ്റെ അടുക്കൽ ചെല്ലുകയാണ് എൻ്റെ കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 7-ാമത്തെ വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 8-ാമത്തെ വാക്യം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ അവൻ എങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു. അവൻ്റെ അടുക്കൽ വന്ന യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 7-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥനയായി തൻ്റെ അപേക്ഷ ദൈവത്തോട് പറയുകയാണ്. ഞാൻ ആ കുളത്തിൽ ഇറങ്ങാൻ ഒത്തിരി പ്രാവശ്യമായി ശ്രമിക്കുന്നു, പക്ഷേ എനിക്കവിടെ ഇറങ്ങാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങി അവൻ്റെ സൗഖ്യമായി പോവുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അവൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും എങ്ങനെയും ആ കുളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ വലിയ മറുപടി പറയുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാം. യേശു അവനോട് പറയുകയാണ്, ഇനി നീ ആ കുളത്തിൽ ഇറങ്ങാൻ നോക്കണ്ട, ഇനി നീ ആ പാടുപെടണ്ട,
ഇപ്പോൾ നിന്റെ കിടക്കയും എടുത്ത് നീ എഴുന്നേൽക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന നിർത്തരുത്. അസാധാരണമായ ദൈവപ്രവർത്തിക്കായി ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. ഒരത്ഭുതത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഇതാ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ മറുപടി പറയാൻ പോകുന്നു. ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മറുപടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഇതൊരു അതിശയത്തിൻ്റെ ദിവസമായി തീരട്ടെ. നാളുകൾ പ്രാർത്ഥിച്ചതിന് വലിയ മറുപടികൾ, നാളുകൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചതിന് വലിയ മറുപടികൾ ഇപ്പോൾ അത് വെളിപ്പെടുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ, പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ മറുപടി, ചോദിച്ചതിനേക്കാൾ വലിയ മറുപടി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കുന്നതിനായി നന്ദി. നാളുകൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നാളുകൾ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, കടബാധ്യത മാറാൻ പ്രാർത്ഥിച്ചവർ, കർത്താവെ, ഇവർക്ക് വേണ്ടി വലിയ മറുപടികൾ അങ്ങ് പറഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗം ഈ പ്രഭാതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ അയച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വാട്സാപ്പിൽ വിളിക്കാമെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതാണ്. ഈ വാട്സാപ്പ് നമ്പർ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മുടെ പ്രയർ ലൈനിൽ വിളിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ റോയ് ഹെൻറി എന്നുള്ള ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ ഈ യൂട്യൂബ് ലിങ്ക് മറ്റൊരാളിലേക്കും കൂടെ നിങ്ങൾ വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തുകൊണ്ട് എനിക്കിത് വിടുതലായി, അനുഗ്രഹമായി, നിങ്ങൾക്കിത് അനുഗ്രഹമാകുന്ന നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുമെങ്കിൽ ആ വലിയ നന്മ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ സുവാർത്ത പ്രചരിപ്പിക്കുന്നവരാണ്, നിങ്ങൾ ഗുഡ് ന്യൂസ് പറയുന്നവരാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ അനേക ആയിരങ്ങൾക്ക് ഈ ബ്ലസ്സഡ് മോർണിംഗ് അനുഗ്രഹമായി തീരും. അതേപോലെ തന്നെ എല്ലാ ദിവസവും 6 മണിക്ക്, ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അതേപോലെ എല്ലാ ഞായറാഴ്ചകളിലും വിവിധ സ്ഥലങ്ങളിൽ ആരാധന നടക്കുന്നു. തൃശ്ശൂരിൽ, എറണാകുളത്ത്, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത്, കൊല്ലത്ത് ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കടന്നു പറഞ്ഞ് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് കാണുവാൻ പോവുകയാണ്. ദൈവമഹത്വം കാണാൻ പോകുന്നു. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.